അച്ഛനോടും മോനോടും ഞാൻ മര്യാദയ്ക്ക് പറയാ, ഇനി ആ പ്രതാപനോടൊപ്പം കൂടി വെറുതെ ഓരോരോ തലവേദനകൾ ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് നഷ്ടമല്ലാതെ നേട്ടം ഒന്നുമില്ല. ശ്രീമന്തിനി, കമലേശ്വരത്തെ സ്വത്ത് ഒരുപാടങ്ങ് മോഹിച്ചു പോയടി ഞാനും അവനും ഒക്കെ. അതുകൊണ്ട് അതിനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നാലിനി വിട്ട് കളയുന്നതാ നല്ലത്. എന്നെ ഏട്ടൻ വിളിപ്പിച്ചതേ വെറുതെ ഒന്നും അല്ല, സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം പറയാനാ. അല്ല, എന്താ കണ്ണം പറയുന്നത്? എന്തു പറയാനാ, 3/4 ഭാഗം സ്വത്തും ഇനി ഏട്ടത്തിയുടെ പേരില്ല. ഉടനെ അത് പ്രമാണം ചെയ്യും. അപ്പോ നിനക്കൊന്നുമില്ലേ? എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ണിയേട്ടനും തരാനിരുന്നതാ. പക്ഷേ ഇനിയൊന്നും തരില്ലെന്നാ കണ്ണേട്ടൻ പറയുന്നത്. അതെവിടത്തെ ഏർപ്പാടാ? എവിടുത്തെ ഏർപ്പാടാണെന്ന് ചോദിച്ചാ എല്ലാം കണ്ണേട്ടന്റെ പേരില്ല. അതുകൊണ്ട് കണ്ണേട്ടൻ തീരുമാനിക്കുന്നതേ നടക്കൂ. അങ്ങനെയെല്ലാം അവൻ തന്നെ തീരുമാനിച്ചാൽ മതിയോ? എന്നോട് എന്തിനമ്മാവ ചൂടാവുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ കണ്ണേട്ടനോട് പോയി നേരിട്ട് പറയണം. സ്വന്തം ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചാലേ ഏതെങ്കിലും അനന്തരവന്മാര് സ്വത്തുക്കൾ എഴുതി ഞങ്ങളുടെയൊക്കെ പേരിൽ വെക്കുവോ? എന്നാൽ ഇത് കൊലച്ചതിയായി പോയല്ലോ മേഘ. ആ കൊലച്ചതിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം. നീ ഒന്ന് ചുമ്മാതിരിക്കടാ. ഇനിയും തിരിച്ചടി എന്ന് പറഞ്ഞ് ഇതുപോലെ മറ്റുള്ളവരെ മോഹിപ്പിച്ചാലുണ്ടല്ലോ, തിളച്ച എണ്ണ ഞാൻ നിന്റെ തലവഴി ഒഴിക്കും. ഇവന്റെ മാത്രമല്ല, നിങ്ങളുടെയും. സ്വത്തൊന്നും കിട്ടത്തില്ലെങ്കിലേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഇതെന്നെ കല്യാണം കഴിച്ചു വിട്ട വീടായതുകൊണ്ട്. ഇവിടോട്ടല്ലാതെ ഞാൻ പിന്നെ എങ്ങോട്ടേക്കാ തിരിച്ചു വരേണ്ടത്? ഇതിനിടയ്ക്ക് അമ്മായിമ്മ മരുമോടെ തല്ലുകൂടല്ലേ? തല്ലു കൂടിയിട്ടില്ല ഇതുവരെ, അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ ദേഹത്ത് ആര് കൈവച്ചാലും പ്രായവും ബന്ധമൊന്നും ഞാൻ നോക്കില്ല. പിന്നെ നീ എന്നെ തല്ലുകൂടി. നീ നിന്റെ കെട്ടിയോടടുത്ത് പറയടാ ചുമ്മാ ഇരിക്കാൻ. ഇനി വയറ് വിശക്കുമ്പോഴേ ഇങ്ങ് പോരെ. ഞാനേ ഇവിടെ വിളമ്പി വച്ചേക്കാടി, കേട്ടോ? എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോഴേ എന്നെ കെട്ടിക്കൊണ്ട് വന്ന ആളുണ്ട് ഇവിടെ. അയാൾ വേണ്ടത് ചെയ്തോളൂ. ശ്രീമന്തിനി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയില് കുടുംബ കലഹം കൂടെ ഉണ്ടാക്കല്ലേ? അവളെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്? കമലേശ്വരത്തെ സ്വത്ത് കണ്ടിട്ടല്ലേ? കണ്ണന്റെ സമ്പത്ത് കണ്ടിട്ടല്ലേ? എന്റെ അമ്മേ, അതിനിടയ്ക്ക് അവൻ മഹാലക്ഷ്മിയെ പോലെ ഒരുത്തിയ ഭാര്യയാക്കോന്ന് ആരെങ്കിലും കരുതിയോ? അതൊക്കെ കരുതണമായിരുന്നു. എടീ, ഞാൻ ഒരുപാട് തവണ നിന്റെ മോളെ ഉപദേശിച്ചല്ലേ, കണ്ണന് കാല് വയ്യാത്തൊന്നും നോക്കണ്ട, സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ കമലേശ്വരത്തെ മരുമോളാകണമെന്നു, കണ്ണന്റെ ഭാര്യ ആകണമെന്നു. എന്നിട്ട് അവള് കേട്ടോ? വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാനേ ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികൾ ഒന്നും തയ്യാറാവത്തില്ല. അവന്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങി. കാൽവിരലല്ലേ ചലിച്ചോളൂ, 2 കാലും ചലിച്ചു തുടങ്ങിയില്ലല്ലോ. ഇനിയിപ്പോ എന്റെ മോളുടെ മെക്കിട്ട് കയറാൻ നോക്കണ്ട. മോനെ മേഘ, വല്ലാത്തൊരു തിരിച്ചടിയാണല്ലോ നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ് സാർ. ഇനി നമ്മൾ കളം മാറ്റി ചവിട്ടിയേ പറ്റൂ. അതെ, കളം മാറ്റി ചവിട്ടണം. അതെങ്ങനെ വേണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. മോളെ, മോളെ, സ്വന്തം അനന്തരവള. എന്നിട്ട് അവര് പറഞ്ഞത് കേട്ടില്ലേ മേഘേട്ടന്റെ അമ്മ? എനിക്കിവിടുന്ന് ഭക്ഷണവും ഇല്ലാന്ന്. പിന്നെ ഞാൻ വായു ഭക്ഷിച്ച് ജീവിക്കും. എടി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ വായിക്കൊണ്ട് തരത്തില്ലേ മോളെ? തന്നേ പറ്റൂ. കണ്ണേട്ടൻ എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നതേ 10-100 പവനുമായിട്ടാ. ഇന്നത്തെ കാലത്ത് സ്ത്രീധനം ചോദിക്കുന്നത് പോലും തെറ്റാ.
എന്നിട്ടും എന്റെ ദേഹത്ത് 100 പവനുണ്ടായിരുന്നു. മേഘേട്ടന് അതിൽ കൂടുതൽ എന്ത് കിട്ടാനാ? അതും ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാൾക്ക്. മഞ്ജു, എന്റെ ജോലി എങ്ങനെയാ പോയത്? എങ്ങനെയായാലും ഇപ്പൊ ജോലിയില്ലല്ലോ.